നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഈ ഭൂമിയും ഇവിടുത്തെ ജീവിതവും മായയാണെന്ന് അദ്വൈത സിദ്ധാന്തം പറയുന്നു. എന്നാൽ ജഗത് മായയല്ലെന്നും ഇവിടെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അറിവില്ലായ്മ മൂലമാണെന്നുമാണ് എതിർവാദം. അതായത് അദ്വൈത പ്രകാരം ഈ ലോകം തന്നെ ഭ്രമമാണ്. എന്നാൽ സഹജ വേദാന്ത പ്രകാരം ജഗത് എന്നത് ഭ്രമമല്ല, അറിവില്ലായ്മയാണ്. ഒരു ജീവിയെ കാണുമ്പോൾ ഒരു കുട്ടി അതിനെ ഏത് ജീവിയാണെന്ന് തിരിച്ചറിയാതെ നിൽക്കുന്ന അവസ്ഥ പോലെയാണിത്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് പൂമ്പാറ്റകളെ കണ്ട് കുട്ടി തെറ്റിദ്ധരിക്കുന്നത് പോലെ മേൽപ്പറഞ്ഞ രണ്ടു വാദഗതികളിൽ ഏതും നിങ്ങൾക്ക് അംഗീകരിക്കാം. രണ്ടും നയിക്കുന്നത് മോക്ഷത്തിലേക്ക് തന്നെ. മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ആഗ്രഹിക്കാതെ എല്ലാവർക്കും ബഹുമാനം നൽകിക്കൊണ്ടു വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ. ഇനി നമുക്ക് ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താവിൻ്റെ സാന്നിധ്യ തേടി യാത്രയാവുന്ന ഭക്തന് പ്രകൃതി ഒരുക്കിയ ദൃശ്യവിരുന്ന് അനിർവചനീയമെന്ന് തന്നെ പറയാം. സഹ്യപർവ്വത സാനുക്കളിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. കുളത്തൂപ്പുഴ ശാസ്താ സന്നിധിയിലേക്കുള്ള യാത്രാമധ്യേ നമ്മെ വരവേൽക്കുന്ന ഈ പ്രദേശമാണ് തെന്മല. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം. ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കല്ലടയാറിന്റെ തീരത്താണ് ശാസ്താ ക്ഷേത്രം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. മണ്ഡലവ്രതകാലത്ത് കുളത്തൂപ്പുഴ ഗ്രാമം ശരണവിളികളാൽ മുഖരിതമാകും. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനത്തിനു മുൻപായി കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദർശന സൗഭാഗ്യം സാക്ഷാത്കരിക്കുക പതിവാണ്. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ദർശനം നടത്താൻ സാധിക്കുക എന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമായ ഒരു അനുഭവമാണ്. കുളത്തൂപ്പുഴയിൽ ഉഷപൂജയും ആര്യങ്കാവിൽ ഉച്ചപൂജയും അച്ചൻകോവിലിൽ ദീപാരാധനയും ഒരേ ദിവസം കണ്ടു തൊഴുതാൽ കോടി പുണ്യം ഫലമെന്നാണ് വിശ്വാസം. കുളത്തൂപ്പുഴ ഗ്രാമത്തിൻ്റെ ഐശ്വര്യവും മാഹാത്മ്യവുമായി നിലകൊള്ളുകയാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം. ഏതാണ്ട് തമിഴ് ശില്പശൈലിയിൽ നിലകൊള്ളുന്ന ആര്യങ്കാവ്, അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തികച്ചും കേരളീയ വാസ്തുശൈലിയിലാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം കാണപ്പെടുന്നത്. പുരാതനവും ഏറെ മാഹാത്മ്യവുമുള്ള ഈ ക്ഷേത്ര സമുച്ചയം അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിരുപമമായ ഭക്തിയുടെ ലാളിത്യം പകർന്നു നൽകുന്നു. ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 5 ശാസ്താ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും ബാലസ്വരൂപത്തിൽ ദേവഭാവമുള്ളതുമായ ക്ഷേത്രമെന്ന നിലയിലാണ് കുളത്തൂപ്പുഴയുടെ പ്രാധാന്യം. ഒരു കാലത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായിരുന്നത്രേ കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം. സമ്പൽ സമൃദ്ധിയും ദേവചൈതന്യവും കളിയാടി നിന്ന ഇവിടം കാലാന്തരത്തിൽ ചൈതന്യലോകം വന്ന് നാശത്തെ നേരിട്ട് ക്ഷയിച്ചു പോവുകയാണുണ്ടായതെന്ന് പഴമക്കാർ പറയുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന 108 ശാസ്താ ക്ഷേത്രങ്ങളിൽ പ്രമുഖമായിരുന്നു കുളത്തൂപ്പുഴ. പിന്നീട് ഇവിടുത്തെ ചൈതന്യം കണ്ടെത്തിയത് കോക്കളത്ത് മഠത്തിലെ തന്ത്രിയാണെന്നാണ് ഐതിഹ്യം. ശബരിമല തിരുവനന്തപുരം ചെങ്കോട്ട യാത്രാമധ്യേയാണ്
ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെന്മല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും കുളത്തൂപ്പുഴ ശാസ്താ സന്നിധിയിൽ എത്തിച്ചേരാം. കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് വിശ്വസിച്ചു വരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപത്തിലെ തമ്പുരാൻ പരിവാരങ്ങളോടൊത്ത് തീർത്ഥാടനത്തിന് പോകവേ കുളത്തൂപ്പുഴയിൽ എത്തിച്ചേർന്നു. ഏതായാലും ഇനി വിശ്രമിച്ചതിനു ശേഷം യാത്ര തുടരാൻ നിശ്ചയിച്ച തീർത്ഥാടന സംഘം ഇവിടെ കണ്ട മണൽത്തിട്ടയിൽ ഇറങ്ങി വിശ്രമിക്കാൻ ആരംഭിച്ചു. ഈ സമയം രാജാവിനെ അനുഗമിച്ചിരുന്ന വെട്ടിക്കവല കോട്ടത്തല കുറുപ്പന്മാർ കല്ലുകൾ കൂട്ടിവെച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തയ്യാറെടുത്തു. അപ്പോൾ കുറുപ്പന്മാർ കൂട്ടിവെച്ച കല്ലുകളിൽ ഒന്നിന് എങ്ങനെ വച്ചാലും പൊക്കം കൂടുതലായി കണ്ടു. കുറുപ്പന്മാർ ഈ കല്ല് ഇടിച്ചു പൊട്ടിച്ചു. ഇടിച്ചു പൊട്ടിച്ച കല്ലിൽ നിന്നും പെട്ടെന്ന് രക്തപ്രവാഹമുണ്ടായി. രക്തം ചീന്തിയ കല്ലിൽ ദേവചൈതന്യം കണ്ട തന്ത്രി പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. ഇതോടുകൂടി വെട്ടിക്കവല കുറുപ്പന്മാർ തലയിടിച്ച കുറുപ്പന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ തന്ത്രം കോക്കളത്തു മഠത്തിനാണ്. കൊട്ടാരക്കരയ്ക്കടുത്ത് വെട്ടിക്കവലയിലാണ് കോക്കളത്തു മഠം സ്ഥിതി ചെയ്യുന്നത്. മകരസംക്രമസന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം. ക്ഷേത്രത്തിലെ നിവേദ്യത്തിനുള്ള അരി അളന്നെടുക്കുന്ന ചടങ്ങ് നിർവഹിക്കുന്നത് കുറുപ്പന്മാരാണ്. വളരെ കേമമായാണ് നടത്തപ്പെടുന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഓരോ വർഷത്തേക്കും വേണ്ട അരി കുറുപ്പന്മാർ അളക്കുന്നു. സ്വാമി പൊഴിയും പൂർണ്ണചന്ദ്രിക. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പണ്ട് വീരമണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മണിയുണ്ടായിരുന്നു. ഇത് മുഴക്കുമ്പോൾ ഓംകാരം പുറപ്പെടുവിക്കുമായിരുന്നു. നാക്കില്ലാ മണി എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നു. കാലാന്തരത്തിൽ ഇത് നശിച്ചു പോവുകയായിരുന്നത്രേ. മേടമാസം 1-ാം തീയതി വിഷുക്കണിയാണ് കുളത്തൂപ്പുഴയിലെ പ്രധാന ഉത്സവം. ബാലശാസ്താവിനെ കണി കണ്ടു തൊഴുക എന്നത് ഏറെ വിശേഷമായാണ്. വിഷുവിന് തലേ ദിവസം ആരംഭിക്കുന്ന ഉത്സവം 7 ദിവസം നീണ്ടു നിൽക്കും. കിഴക്ക് ദർശനമായാണ് ഇവിടെ ബാലശാസ്താവ് കുടികൊള്ളുന്നത്. ഭൂനിരപ്പിൽ നിന്നും താഴെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താവിന്റെ സ്ഥാനം താഴ്ന്ന നിരപ്പിലാണെങ്കിൽ ഉഗ്രമൂർത്തിയും ഉയർന്ന പ്രദേശത്താണെങ്കിൽ സൗമ്യമൂർത്തി എന്നും സങ്കല്പമുണ്ട്. കുളത്തൂപ്പുഴ ശാസ്താ സന്നിധി തേടി വരുന്ന ഭക്തർ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയും മീനൂട്ട് നടത്തി വരുന്നു. ഇവിടെയുള്ള മീനുകൾ ശാസ്താവിന്റെ കളിക്കൂട്ടുകാർ ആണെന്നാണ് സങ്കല്പം. ശാസ്താവിന്റെ തിരുമക്കളായാണ് ഇവിടുത്തെ മത്സ്യങ്ങൾ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും അറിയാതെ മീൻ പിടിച്ച് ദുരിതങ്ങളിൽപ്പെട്ട ഒരാൾ പ്രായച്ചിത്തമായി ശാസ്താവിന് സമർപ്പിച്ച മീൻ രൂപം നമസ്കാര മണ്ഡപത്തിന് മുകളിൽ കാണാവുന്നതാണ്. ശബരിഗിരിയൊരു കരിമലയായി മുഴക്കിടുന്നു ശരണം. ബാലസ്വരൂപനായ ശാസ്താവിന് തന്റെ തിരുമക്കളായ മീനുകളെ ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് വിശ്വാസം. മംഗളദർശന സായുജ്യത്താൽ മിഴികളിൽ മോദാശുകണം. മംഗളദർശന സായുജ്യത്താൽ മിഴികളിൽ മോദാശുകണം. മിഴികളിൽ മോദാശുകണം. മകരസംക്രമസന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം. പന്തള നൃപനുടെ വാത്സല്യം. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്ന ഭക്തന് ബാലശാസ്താവ് കനിഞ്ഞരുളുന്ന നിഷ്കളങ്കമായ ഭക്തിയുടെ നിറവും പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയും. ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്.
ഗുരുധർമ്മപാദത്തെ താണു വണങ്ങിയ നരജന്മ കെട്ട് മുറുക്ക് തിരുപടിയേറാനൊരുക്ക് ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടി. സാധാരണയിലും താഴ്ന്ന രീതിയിലാണ് ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നമസ്കാര മണ്ഡപത്തിൻ്റെയും മേൽപ്പുര നിർമ്മാണം. അതുകൊണ്ട് തന്നെ കുനിഞ്ഞ ശിരസോടെ മാത്രമേ ശാസ്താവിൻ്റെ സന്നിധിയിൽ നിന്നും ദർശനഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ. അഹങ്കാരവും ജ്ഞാനെന്ന ഭാവവും മാറ്റിവെച്ചതിനു ശേഷമേ ശാസ്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ യോഗ്യതയുള്ളൂ എന്നൊരു തത്വമാണ് ഈ മേൽപ്പുര നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ഇവിടുത്തെ ഉപദേവന്മാരിൽ ഏറ്റവും പ്രധാനമായത് യക്ഷിയമ്മയാണ്. ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്താണ് യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നേരത്തെ ഉഗ്രസ്വരൂപിണിയായ ദേവി ശ്രീകോവിലിന് അകത്തായിരുന്നു. ഇതിനുശേഷം മൂർത്തിയുടെ ഉഗ്രസ്വരൂപം കുറച്ച് പുറത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. യക്ഷിയമ്മയുടെ അനുഗ്രഹം ലഭിച്ച നിരവധി പേർ അമ്മയുടെ അനുഗ്രഹത്തെപ്പറ്റി നമ്രശിരസ്കരാകുന്നു. മനം നൊന്ത് വിളിച്ചാൽ അമ്മ വെളിപ്പുറത്തെത്തുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. യക്ഷിയമ്മയെ കൂടാതെ നാഗക്കാവും ഇവിടെ പ്രധാനമാണ്. നാഗദൈവങ്ങളുടെ പ്രീതി ലഭിക്കാൻ ഇവിടെ മഞ്ഞൾ വഴിപാട് നടത്താൻ നിരവധി ഭക്തർ എത്തിച്ചേരുന്നു. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം, വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. ക്ഷേത്രത്തിന് തെക്കുവശത്ത് നാഗക്കാവിനോട് ചേർന്ന് അറിവോടെ അറിയാതെ വന്ന പിഴകൾക്ക് അറിവില്ല. യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് സമീപം ഗണപതി ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞ് നിലകൊള്ളുന്നു. പിഴകൾക്ക് അറിവില്ല പൈതലേ മാപ്പാക്കണം, പടിയേറ്റി പാവന ദർശനമരുളിടാൻ പ്രായശ്ചിത്തം ചെയ്തൻ തീർത്ത. ക്ഷേത്രത്തിന് മുന്നിൽ ബാലശാസ്താവിന് അഭിമുഖമായി ദേവീ പ്രതിഷ്ഠയുമുണ്ട്. പ്രായശ്ചിത്തം ചെയ്തൻ തീർത്ഥാടനം, പുരുപരം പൊരുളിടൻ മോക്ഷായനം. ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ് ഗുരുധർമ്മപാദത്തെ താണു വണങ്ങിയൻ നരജന്മ കെട്ട് മുറുക്ക് തിരുപടിയേറാനൊരുക്ക്. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം. കുളത്തൂപ്പുഴയിലെ ബാലസ്വരൂപനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഉഷപൂജ തൊഴുത് ജീവിതത്തിൻ്റെ സകല ദുഃഖങ്ങളിൽ നിന്നും ഭക്തർ മോചനം നേടുകയാണ്. അഹന്തയും ഗർവം നശിച്ച് മനുഷ്യൻ്റെ നിരുപമമായ ഭാവം തിരിച്ചറിയുകയും പരമാത്മ ചൈതന്യത്തിൽ വിലയം പ്രാപിക്കുകയുമാണ് ഇവിടെ. നിരവധി മഹാന്മാരുടെ ജീവിത മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ ഉചിതമായി കാണുന്നവ തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ അത് അനുകരിക്കുമ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നല്ല വശങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.